1965 മറ്റ് പുറത്തിറങ്ങിയ ഒരു മലയാള സിനിമയാണ് തൊമ്മൻ്റെ മക്കൾ. അതിനകത്ത് വയലാറ് എഴുതി യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്. ചെകുത്താൻ കയറിയ വീട് എന്ന് പറഞ്ഞാണ് ആ പാട്ട് തുടങ്ങുന്നത്. ചെകുത്താൻ എങ്ങനെയാണ് ആ വീട്ടിൽ കയറിയത് എന്ന് ഉള്ളത് അവസാനമാണത് ശരിക്കും പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്. അത് കയറിയതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് അത് അവസരം ഒരുക്കിയത് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇനി കയറാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നും അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. കയറിക്കൂടാനുണ്ടായ കാരണങ്ങളെന്ന് പറയുന്നത് വയലാറ് തന്നെ ചോദിക്കുന്നുണ്ട്. കാവൽ മാലാഖ നട്ടുപുലർത്തിയ കനിമര ചില്ലകളിൽ ഈ വിലക്കപ്പെട്ട പഴങ്ങൾ വിളഞ്ഞത് എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. 3-ാമത്തെ സ്റ്റാൻസിൽ അത് ചോദിക്കുന്നത്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് നൽകിയ മനസ്സ് നല്ല മനസ്സായിരുന്നു, നല്ല ഹൃദയമായിരുന്നു. ആ നല്ല മനസ്സിലും നല്ല ഹൃദയത്തിലും അതുകൊണ്ടാണല്ലോ പിള്ള മനസ്സിൽ കളങ്കമില്ല എന്ന് പറയുന്ന ഒരു ചൊല്ല് മലയാളത്തിൽ വരാൻ കാരണം. അങ്ങനെ കളങ്കമില്ലാത്ത ആ മനസ്സിൽ എങ്ങനെയാണ് ഈ വിലക്കപ്പെട്ട പഴങ്ങൾ വിളഞ്ഞത് എന്നുള്ളത്. അതിൻ്റെ ഒരു കാരണം വയലാർ ആദ്യം പറയുന്നത് അത് ചിരിക്കാത്ത വീടാണ്, ചിലയ്ക്കാത്ത കൂടാണ് എന്നാണ്. കാരണം ഏത് ഭവനത്തിൽ കളിയും ചിരിയും ചിലയും ഇല്ലാതെ പോകുന്നുവോ, സംഭാഷണം ഇല്ലാതെ പോകുന്നുവോ, തമ്മിലുള്ള ആശയവിനിമയങ്ങൾ പരസ്പരം കൂടി കണ്ടുള്ള വിനിമയങ്ങൾ ഇല്ലാതെ പോകുന്നുവോ, അവിടെ ചെകുത്താൻ കയറിക്കൂടാൻ വളരെ എളുപ്പമാണ്. കാരണം അവിടെ തെറ്റിദ്ധാരണകളായിട്ട്, അവിടെ അനാവശ്യമായ സ്വകാര്യതയായിട്ട്, ആ സ്വകാര്യതയിലൂടെ നുഴഞ്ഞു കയറുന്ന തിന്മകളായിട്ട്, അങ്ങനെ സ്വകാര്യതയിൽ നുഴഞ്ഞു കയറുന്ന തിന്മയാണല്ലോ ഈ പോർണോഗ്രഫി, അതുപോലെ ഡ്രഗ്സ്, ഇതെല്ലാം. കാരണം മറ്റാരും ശ്രദ്ധിക്കുന്നിടത്ത് ഈ തിന്മകൾ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം മറ്റാരും ശ്രദ്ധിക്കേണ്ടാത്ത, മറ്റാരും എന്നെ കാണണ്ടാത്ത, മറ്റാരിൽ നിന്നും ഞാൻ മാറി നിൽക്കുന്ന ഒരു സ്വകാര്യതയിലേക്ക് ഒരു കുടുംബത്തിൽ ഓരോരുത്തരും മാറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ ഒതുങ്ങിക്കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ കളിയും ചിരിയും ഒക്കെ ആയിട്ട്, ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് ഏത് വീട്ടിൽ സംഭാഷണങ്ങളും കൂടി കഴിയലും ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ ഒന്നും ഈ പ്രശ്നങ്ങളില്ലായിരുന്നു. അത് കഴിഞ്ഞ് മനുഷ്യൻ യന്ത്രങ്ങളോട് സംസാരിക്കും, യന്ത്രങ്ങൾ മനുഷ്യനോട് സംസാരിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മനുഷ്യർ തമ്മിൽ കാണുകയോ കണ്ടുമുട്ടുകയോ ചെയ്യുന്ന സീ ആൻഡ് മീറ്റ്, കാണുകയും കണ്ടുമുട്ടുകയും ചെയ്യുന്ന അവസരങ്ങളും സംഭാഷണങ്ങളും കുറഞ്ഞു. അപ്പോഴെന്ത് പറ്റി? സ്വകാര്യത കൂടുമ്പോൾ എന്ത് പറ്റും? ഇപ്രകാരമുള്ള ചെകുത്താന്മാർ നുഴഞ്ഞു കയറും. അപ്പോഴെന്ത് പറ്റും? ആ പാട്ടിൽ തന്നെ പറയുന്ന മാതിരി എന്തെങ്കിലും ദുഃഖം ഉണ്ടായാൽ ആ ദുഃഖം മൗനവേദനയാക്കി ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞുകൂടും. അങ്ങനെ ദുഃഖം മൗനവേദനയാക്കി ഉള്ളിൽ ഒതുങ്ങി കൂടുമ്പോഴോ അവിടെയും ഒരു സ്വകാര്യത വരും. അപ്പോൾ എന്ത് പറ്റും? ഈ ദുഃഖത്തിന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോവും? ഇങ്ങനെയുള്ള തിന്മകളിലേക്ക് പോവും. അപ്പം അടിസ്ഥാനപരമായിട്ട് മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ നന്നായി കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെയുള്ള ബന്ധങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നടന്നാൽ ഈ തന്മകൾ ഒരിക്കലും അകത്ത് മനുഷ്യൻ്റെ മനസ്സിൽ കയറുകയില്ല. കുടുംബത്തിലാണെങ്കിൽ ദൈവം സ്ഥാപിച്ച കുടുംബ ബന്ധത്തിൽ ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കന്മാർ, മക്കൾ, ആ ബന്ധങ്ങളൊക്കെ നമുക്ക് ഓർക്കാനുള്ള തത്വങ്ങളല്ല, ജീവിക്കാനുള്ള പ്രമാണങ്ങളാണ്. ജീവിക്കാനുള്ള പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക, ഒരുമിച്ച് സഞ്ചരിക്കുക, ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ച് തീരുമാനമെടുക്കുക, ഒരുമിച്ച് ഉല്ലസിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. കുടുംബജീവിതം അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ സ്വകാര്യത വേണ്ടെന്ന് വെച്ചവർ, ഈ ഇപ്രകാരമുള്ള ബന്ധങ്ങൾ വേണ്ടെന്ന് വെച്ചവരാണെന്നും, അവരുടെ ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമാണെന്നും, ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനിടയ്ക്ക് വേറൊരു സ്വകാര്യതയ്ക്ക് പ്രസക്തിയില്ലെന്നും, ഏക സ്വകാര്യത അവരും ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമാണെന്നുള്ള തിരിച്ചറിവുണ്ടായി കഴിയുമ്പോൾ അവിടെ വേറെ ആരും നുഴഞ്ഞു കയറില്ല.
അവരിൽ ദൈവം നട്ടുവളർത്തിയ മനസ്സിനകത്തേക്ക് ഒരു കളങ്കവും നുഴഞ്ഞ് കയറുകയില്ല. അതുകൊണ്ട് വയലാർ അവസാനം പറയുന്ന മാതിരി ആ കനി തിന്നരുത്, അത് പാഴ്ക്കനിയാണ്. ആ പാഴ്ക്കനി തിന്നാതിരിക്കാൻ, അനാവശ്യമായ സ്വകാര്യതയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് പോകാതിരിക്കാൻ, ദുഃഖങ്ങൾ അവനവൻ്റെ മനസ്സിൽ ഒതുങ്ങിക്കൂടാതെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനും സന്തോഷങ്ങൾ പങ്കെടുക്കാനൊക്കെ കഴിയുന്ന ആ ഒരു തുറവി നമുക്കൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് വലിയ മാറ്റം വരും. കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കമ്മ്യൂണിറ്റികളിലാണെങ്കിലും വലിയ മാറ്റം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു തുറന്ന ജീവിതം നയിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുറന്ന ജീവിതം മാത്രമാണ് ഇപ്രകാരമുള്ള സ്വകാര്യതയിൽ നുഴഞ്ഞു കയറുന്ന തിന്മകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏകമാർഗം. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.